വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജോസ്ന വ്ലോഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ അവിടുന്ന് കൊടൈക്കനാലിൽ നിന്ന് എത്തി. ഇതിൽ റോസ് ഗാർഡനിലെ ഒരു ഫസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം കുറച്ച് ലെങ്തിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ സെക്കൻഡ് പാർട്ട് ഇട്ടാലേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സ് കണ്ടു കേട്ടോ. അവിടെ റോസ് ഫ്ലവേഴ്സ്, യെല്ലോ, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല വെറൈറ്റീസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ ഇത് കാണുക കൂടെ അല്ലാണ്ട് ഇപ്പുറത്ത് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമുക്ക് പോയിട്ട് ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാം. കുറേ ഫ്ലവേഴ്സെല്ലാം ഞാൻ എൻ്റെ സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റിക്ക് ഉപയോഗിച്ചാണ് ഞാൻ അധികം ഫ്ലവേഴ്സും എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചു കേട്ടോ. അത് അധികം നമുക്ക് കുറച്ച് ഉള്ളോട്ടായിരുന്നു ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ അങ്ങനെ അടുത്ത് എടുക്കുമെന്ന് സമ്മതിക്കില്ലായിരുന്നു. കുറച്ച് വേലിയും മറ്റൊക്കെ കെട്ടിയായിരുന്നു കേട്ടോ. കഴിവതും ഞാൻ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇത്രയും അടുത്ത് വെച്ചിട്ട് എടുത്തത്. ഇവിടെ ഏക്കർ കണക്കിലാണ് ഈ ഒരു ഫ്ലവേഴ്സ് ഉണ്ടോ, ഇഷ്ടം പോലെ പല പല മോഡലിലായിട്ടാണ്. അതിൻ്റെ എന്താ പറയുക, ആകൃതിയും ഒക്കെ ഡിഫറെൻ്റാണ് ചില ഫ്ലവേഴ്സിന്. റോസ് ഫ്ലവേഴ്സ് കൂടാതെ വേറെ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ നമുക്ക് ഇനിയും അവിടെ കയറാൻ തോന്നും. ഞങ്ങൾ ഇവിടെ കയറാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ടൈം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും എല്ലാ സ്ഥലങ്ങളും ഒന്ന് കവർ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ റോസ് ഗാർഡൻ എന്തായാലും പോകണമെന്നും പറഞ്ഞ് ഞാൻ വാശി പിടിച്ചായിരുന്നു കേട്ടോ. കാരണം എനിക്ക് ഈ ഫ്ലവേഴ്സിനോട് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിറയെ ഗാർഡൻ നിറയെ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. റോസാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ റോസ് ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചില്ല. കാരണം നമ്മളൊരു യാത്രയിലാകുമ്പോൾ അത് ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ട് വാങ്ങിച്ചില്ല. സെയിൽ കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെ ഒരു നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മേലെ നിന്ന് കണ്ടായിരുന്നു ഒരു വലിയ ഷെഡ് പോലെ. അപ്പോൾ ഞാൻ ഇത് ആലോചിച്ചു, ഇതെന്താ അവിടേക്കാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം മനസ്സിലായി, അത് അതിൻ്റെ എന്താണ് ഈ റോസും ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ വെക്കുന്ന ഷെഡായിരുന്നു കേട്ടോ. അത് ഒരു വൈറ്റ് നിറത്തിൽ ഉള്ളത്. കൊടൈക്കനാലിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ഈ ഒരു റോസ് ഗാർഡനിൽ വരണം കേട്ടോ. അടിപൊളിയാണ്. കണ്ടാൽ പിന്നെയും ഓരോരോ ഫ്ലവർ പിന്നെയും എടുത്ത് നോക്കണം. ഇത് വലിയൊരു ഏക്കർ കണക്കിനുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ. ഇതിനായിട്ട് ഇവർ വെച്ചത്. എൻ്റെ ഷോർട്സിൽ അധിക വീഡിയോസിലും ഞാൻ ഇവിടെ നിന്നുള്ള കുറച്ച് ഫ്ലവേഴ്സിൻ്റെ വീഡിയോസാണ് കേട്ടോ എടുത്തത്. കാരണം അത്രയ്ക്കും ഭംഗിയുള്ളതായിരുന്നു. അവിടെ കൊടൈക്കനാലിൽ എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അധികമായിട്ട് നമുക്ക് വളങ്ങളോ അങ്ങനത്തെ ഒരു ഇതോ വേണ്ട. ആ മണ്ണ് തന്നെ അടിപൊളിയാണ്. നമുക്ക് മണ്ണും വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് അത് ഉണ്ടാവും. ഫോട്ടോഷൂട്ടിന് പറ്റിയൊരു പ്ലേസാണ് കേട്ടോ ഇത്, ഈ ഒരു റോസ് ഗാർഡൻ. നിറയെ പേർ ഇവിടെ വന്നിട്ട് ഫോട്ടോവും പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നി ഗൈസ്. ഞാനും അവിടെ കയറി കുറേ വീഡിയോസൊക്കെ എടുത്ത്
ആ വീഡിയോസൊക്കെയാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. ഞാനിവിടെ മാക്സിമം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയ അത്രയും ഞാൻ അവിടുന്ന് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഇനി ഒരിക്കലും കാണാൻ പറ്റിയെന്ന് വരില്ല. ഇനി പോയാലുള്ള കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഒരു പ്രാവശ്യം പോയാൽ പിന്നെ പോവും, പക്ഷേങ്കിൽ ഒരുകൂടെ പോയത് കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും അവിടെ തന്നെ പോകാനുള്ളതല്ല, വേറെ സ്ഥലങ്ങളിൽ നമുക്ക് പോകാമല്ലോ. അപ്പോൾ ഈ ഒരു പിന്നെ കാഴ്ചകൾ പിന്നെ നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തത്. പിന്നെ എല്ലാവർക്കും തിരക്കായി, പോകേണ്ട തിരക്കായി കേട്ടോ. കുറേ എല്ലാം കവർ ചെയ്തു. ലാസ്റ്റ് പോകേണ്ട ഒരു ഇത് വന്നപ്പോൾ വന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഇറങ്ങി കേട്ടോ. മാക്സിമം ഞാൻ കവർ ചെയ്തു അവിടെയുള്ള എല്ലാ ഫ്ലവേഴ്സും, ബാക്കിയൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് റോസ് ഗാർഡനിലെ വിശേഷങ്ങൾ. നിങ്ങൾ കൊടൈക്കനാലിൽ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റോസ് ഗാർഡൻ കാണണം കേട്ടോ. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുള്ളാണ് ഈ ഒരു പ്ലേസ്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോവാണ്. ഇത് ഐരാണിപ്പൂ എന്ന് പറഞ്ഞൊരു പൂവാണ് കേട്ടോ. നമ്മൾ അന്യം പോയ പോലെ ഒരു പൂവാണ് ഇത്. പണ്ടൊക്കെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നൊരു പൂവായിരുന്നു കേട്ടോ ഇത്. പിന്നെ ഈ ഒരു ജമന്തി എന്നല്ലേ ഇതിന് പറയുക, മഞ്ഞയും ഓറഞ്ചുള്ള ജമന്തി പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എന്താണ് എക്സൈറ്റഡായി. ഫോട്ടോ വീഡിയോ എല്ലാം എടുത്തായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഒരു കൊടൈക്കനാൽ, ഊട്ടി എന്നീ സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര ഒരു ഇതിൻ്റെ ക്ലൈമറ്റാണ് ഇതിൻ്റെ ഏറ്റവും മെയിൻ, അത് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ അവർ വെയിൽ കെട്ടി ഒരു സൂക്ഷിച്ച് വെക്കുകയാണ്. ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്നും കയറാനൊന്നും സമ്മതിക്കില്ല. ഞാനെൻ്റെ സ്റ്റിക്ക് കൊണ്ട് കുറച്ച് സൂം ചെയ്തിട്ട് മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ഒരു ഫ്ലവേഴ്സൊക്കെ എടുത്തത്. നമ്മളിവിടുന്ന് എത്ര തന്നെ ഫ്ലവേഴ്സ് കൊണ്ടുപോയാലും അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം കേട്ടോ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയാണ് ഈ ഫ്ലവേഴ്സിന് ഇത്രയും ഇതാക്കുന്നത്. പക്ഷേ ഈ ഒരു കാലാവസ്ഥ നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടില്ലല്ലോ. പിന്നെ ലക്കിൽ ചില ഫ്ലവേഴ്സൊക്കെ നമുക്ക് നല്ലോണം ഉണ്ടായി വരും. അത് എന്താ പറയുക, 99% പിന്നെ അവിടെ തന്നെയാണ് നമുക്ക് ഫ്ലവേഴ്സ് നന്നായിട്ട് കാണാൻ പറ്റുക. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമറ്റ് നമുക്ക് നമ്മുടെ നാട്ടിലോ അല്ല വേറെ ഏതെങ്കിലും സ്ഥലത്തോ കിട്ടില്ല. അവിടെ വളർന്ന ചെടികൾ അവിടെ തന്നെ ആയിട്ടാണ് നല്ലോണം വളരുക. ചിലത് എങ്ങനെയെങ്കിലും ചിലപ്പോൾ വളവും കാര്യങ്ങളെല്ലാം ഇട്ടാൽ തന്നെ നന്നായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് റോസ് ഗാർഡനിലെ വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.